അധികാരമില്ല എന്ന വാക്ക് ഞാൻ ബോധപൂർവം ഉപയോഗിക്കാത്തതാണ്. കാരണം കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾക്ക് ഭരണമുള്ള സമയത്ത് അവരുടെ മുഖത്തോ പ്രവൃത്തിയിലോ നടപ്പിലോ ചേഷ്ടകളിലോ എന്തെങ്കിലും അധികാരത്തിന്റെ ഭാവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഭരണമില്ല എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇത് നിന്നത് എന്ന് ഞാൻ അക്ഷരാർത്ഥത്തിൽ ചോദിച്ചതാണ്. കാരണം ഇത് 20ാം വാർഷികമാണ് ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടാടുന്നത്. ഈ 20 വർഷത്തിൽ 15 വർഷം കോൺഗ്രസിന് ഭരണമില്ല. അധികാരമില്ല എന്ന വാക്ക് ഞാൻ ബോധപൂർവം ഉപയോഗിക്കാത്തതാണ്. കാരണം കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾക്ക് ഭരണമുള്ള സമയത്ത് അവരുടെ മുഖത്തോ പ്രവൃത്തിയിലോ നടപ്പിലോ ചേഷ്ടകളിലോ എന്തെങ്കിലും അധികാരത്തിന്റെ ഭാവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഭരണമില്ല എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അങ്ങനെ 20 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് ജനശ്രീ. കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും ചെറിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതും അതിന്റെ ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മകളാണ് പിന്നീട് സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇതിന്റെ ഒരു പ്രസക്തി കൂടിക്കൂടി വരുന്ന കാലത്താണ്. ഇതിന്റെ ഈ പറഞ്ഞതുപോലെ ഇതിന് മുന്നിലോട്ടുള്ള പ്രയാണത്തിനെ പലതരത്തിൽ പല കാലങ്ങളിൽ പലരും ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത് സാധ്യമാകാതെ പോകണമെന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം 20 വർഷം എന്ന് പറയുന്ന ഒരു വലിയ കാലയളവിൽ ഇത്തരത്തിലൊരു സംഘടന മുന്നിലേക്ക് പോകുന്നത് തീർച്ചയായും അത് ചെയ്യുന്ന നല്ല കാര്യങ്ങളും ആ നല്ല കാര്യങ്ങളോടുള്ള ആളുകളുടെ പ്രതിപത്തിയും ആവേശവും സുമനസ്സ പ്രവർത്തിക്കാനുള്ള മനസ്സുമെല്ലാം കൊണ്ട് മാത്രമാണ് അത് മുന്നിലേക്ക് പോകുന്നത്. ഇപ്പം സാർ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ഫ്രീഡം ഫൈറ്റ് എന്ന പേരിലാണ്, ഫ്രീഡം. പക്ഷേ സ്വാതന്ത്ര്യ ദിനം അറിയപ്പെടുന്നത് ഇൻഡിപെൻഡൻസ് ഡേ എന്ന പേരിലാണ്. ഫ്രീഡം ഫൈറ്റ് നടത്തി അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടി സമരം നടത്തിയ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തെ പിന്നീട് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാശ്രയത്വത്തിൽ ഊന്നാൻ തീരുമാനിച്ചതുകൊണ്ട് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ആശ്രയിക്കാതെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയ ഒരു രാജ്യത്ത് ആരെയും ആശ്രയിക്കാതെ ഒരു സംഘടന പരസ്പരം സഹായിച്ചും സഹകരിച്ചും നല്ലത് ചെയ്തും ഈ കാലയളവ് എത്രയും മുന്നിലേക്ക് പോകുന്നു, മറ്റു പലർക്കും ആകാത്തത് ചെയ്തെടുക്കുന്നു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. ആ വലിയ കാര്യത്തെക്കുറിച്ച് ഇപ്പൊ 1.5 ലക്ഷം പേര് പങ്കെടുത്ത സംഗമത്തെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞു. ഞാൻ എപ്പോഴും ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടി പലപ്പോഴും ഈ കടമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന പല കാര്യങ്ങളും സ്വന്തം കടമകളാണ് എന്ന് വിശ്വസിച്ച് ചെയ്തിരുന്നത് കൊണ്ട് ഇതിനെ വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യാറില്ല. ഇത് പൊതുജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ ഒരു പരസ്യം എന്നതുപോലെ എത്തിക്കുന്ന കാര്യത്തിൽ പല സന്ദർഭങ്ങളിലും ഒന്നും തന്നെ ചെയ്ത് കാണാറില്ല. ഇത്രയും വലിയൊരു സംഘടന ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പലപ്പോഴും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് അറിയിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയും കൂടെ ഇനിയുള്ള കാലത്ത്, പണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഇനിയുള്ള കാലത്ത് അതിനെല്ലാം വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ തീർച്ചയായും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ എന്താ പറയാ, നമ്മള് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് പറയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ തത്വത്തിൽ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അധികം ജനകീയമാക്കാത്തത്. എന്നാൽ ഇത് രണ്ട് രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എടുക്കാം. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്ന് പറയുന്നത് വലങ്കൈ ചെയ്യുന്ന പല കാര്യങ്ങളും ഇടങ്കൈ അറിഞ്ഞാൽ അപ്പൊ തന്നെ ഇടത്തേക്കൈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് നമ്മൾ ഇടത്തേക്കൈയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഇടത്തേക്കൈ പിന്നീട് അങ്ങോട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് വലങ്കൈ ചെയ്ത് ഇടങ്കൈ അറിയുന്നത് നേരത്തെ പറഞ്ഞു വെച്ചത്. വളരെ നേരത്തെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും അറിയിക്കണം. ഞാൻ പല സന്ദർഭങ്ങളിലും ഇതിന്റെ ഇത് നോക്കൂ, ഇപ്പൊ നമ്മളും ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്ന റോഡ് ഷോ എന്ന വാക്ക് ഞാനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കാണ്. സ്റ്റേജ് ഷോ ഉണ്ട്, ഗുജറാത്ത് ഷോ ഉണ്ട്, ഇപ്പൊ റോഡ് ഷോ ഉണ്ട്. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ആരാണ് തുടങ്ങി വെച്ചത്? നമുക്ക് മുൻപ് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? റോഡ് ഷോകൾ ഉൾപ്പെടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും കൃത്യമായി മാർക്കറ്റ് ചെയ്തുകൊണ്ട് നല്ലതുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു. ഇവിടെ വളരെ പ്രസക്തമായ ഒരുപാട് പ്രശ്നങ്ങൾ, പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്ത് ഫ്ലക്സ് വയ്ക്കുമ്പോഴും ഇന്ന് ഞാൻ വികസനം ഉണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് മനുഷ്യനെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന വാർത്തകളില്ലാത്ത ഒരാഴ്ചയെങ്കിലും ഉണ്ടാകണേ എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. അത്രയധികം ലഹരി പടർന്നിട്ടും അല്ലാതെയും ഇത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയയായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പെട്രോളിന് വില കൂടുന്നതിന് സമരമില്ലല്ലോ. എത്രയോ നാളായി, എത്ര രൂപ കൂടി. നമ്മൾ കുറെ കഴിയുമ്പോൾ മനുഷ്യൻ അങ്ങനെയാണ്, പല കാര്യങ്ങളോടും
പൊരുത്തപ്പെടും. 1800-കളിലൊക്കെ 1850-കളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അന്ന് സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടവരും ജീവിച്ചവരുമായ ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ടാവും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, എങ്ങനെ കിട്ടാനാണ്. അവർ സ്വാതന്ത്ര്യം കിട്ടുന്നത് കാണാതെ ഈ ലോകത്തിൽ നിന്നും പോയവരാണ്. പക്ഷെ 100 വർഷം വേണ്ടി വന്നു പിന്നീട് സ്വാതന്ത്ര്യം കിട്ടാൻ. നിരന്തരം അതിനുവേണ്ടി പോരാടിയത് കൊണ്ടാണ് അത് കിട്ടിയത്.